മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ് കോമ്പിനേഷനിൽ വരുന്ന ടർബോ ഇന്ന് കണ്ടു. കോട്ടക്കൽ സംഗീത് തിയേറ്ററിൽ നിന്ന് വൈകിട്ട് 6:45 ഷോ ആണ് കണ്ടത്. നല്ലൊരു അടിപ്പടത്തിൻ്റെ കുറവ് മലയാളത്തിലുണ്ടായിരുന്നു. ആ കുറവ് അങ്ങ് നികത്തി കൊടുത്തിട്ടുണ്ട് ടർബോ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ RDX അല്ലെങ്കിൽ ഈ വർഷം ഇറങ്ങിയ ആവേശമോ ഒന്നും മറന്നിട്ടല്ല പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ടെറർ സാധനം തന്നെയായിരുന്നു. പക്കാ മാസ് കൊമേർഷ്യൽ പടം. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഫൈറ്റുകളാണ്. അത് മമ്മൂക്ക ചെയ്തിരിക്കുന്ന സംഘടന രംഗങ്ങൾ എല്ലാം കിടിലോസ്കിയാണ്. എന്ന് പറയുമ്പോൾ ടെറർ മാസ് ഐറ്റം ഫൈറ്റുകളാണ് ഇതിലുള്ളത്. ടർബോ ജോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ പിടിപാടുകളൊക്കെ ഉള്ള ഒരു വലിയ സംഭവമൊന്നുമല്ല. അത് ഒരു സാധാരണക്കാരനാണ്. ടർബോ ജോസ് പെട്ടെന്ന് കാര്യങ്ങളോടൊക്കെ റിയാക്ട് ചെയ്യും. അയാൾ എവിടെ ചെന്നാലും അയാളുടെ ചുറ്റിപ്പറ്റി എങ്ങനെയായാലും ഒരു അടി ഉണ്ടാവും. ഒരു അടി നടന്നിരിക്കും. ഉത്സവപ്പറമ്പിലൊക്കെ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ പെരുന്നാളിന് ടർബോ ജോസ് പോയാൽ അവിടെ ഒരു അടി നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ഇടുക്കി വിട്ട് ഒരു നഗരത്തിലേക്ക് പോവേണ്ടി വരികയാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുകയാണ്. പിന്നെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ നഗരം വിട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ. പിന്നീട് എങ്ങനെ അവരെ ആ ടർബോ ജോസ് ആ പ്രശ്നത്തിനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഇതിവൃത്തമായിട്ട് വരുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനത്തെ മാസ് പടങ്ങൾ, കൊമേർഷ്യൽ പടങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ടർബോ എന്ന് പറഞ്ഞ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിജയ് പടം കണ്ട ഫീലാണ് കിട്ടിയത്. അമ്മാതിരി ഫൈറ്റും അതിൻ്റെ ത്രില്ലും ഒക്കെ ആയിരുന്നു അതിൻ്റെ സീക്വൻസുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ കാണണമെങ്കിൽ നമ്മൾ തമിഴിനെ ആശ്രയിച്ചിരുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴിൽ സൂര്യൻ്റെ വിജയൻ്റെ ഒക്കെ പടങ്ങൾ കാണുന്ന അതേ ലെവലിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് അതിനേക്കാളും മുകളിലാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ കിട്ടിയ ത്രില്ല്. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് മമ്മൂക്കാൻ്റെ ആക്ടിംഗ് ആണ്. മമ്മൂക്ക ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചത്. അത് ആ ഇടുക്കിയിലെ ആ സ്ലാങ്, ആ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് പിടിച്ചിരിക്കുന്നതായാലും, പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനൊരു മാസ് മസാല കൊമേർഷ്യൽ മൂവിയിൽ ആ ആക്ടിങ്ങിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഈ ക്യാരക്ടർ മമ്മൂക്ക ചെയ്ത ഈ ടർബോ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ശരിക്കും ആക്ടിങ് സ്റ്റുഡൻസിന് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ആ ഒരു സീക്വൻസിൻ്റെ അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ വൈശാഖിൻ്റെ മിഥുൻ മാനുവൽ തോമസ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മമ്മൂക്കയുടെ ഒരു അടിപ്പടം എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഇതിൽ വളരെ ഹുക്കിംഗ് ആയിട്ട് എനിക്കതിൻ്റെ ആ സ്റ്റോറി വൈസ് അതൊക്കെ ഒരുപാട് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അതിൻ്റെ സെക്കൻഡ് ഹാഫിനോടൊക്കെ അടുക്കുമ്പോൾ പടം കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നറേഷൻ സ്റ്റൈലും പരിപാടികളൊക്കെ ഒരുപാട് വർക്കൗട്ടായി. പിന്നെ ഈ വൈശാഖ് എന്ന് പറഞ്ഞ സംവിധായകൻ നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കൊമേർഷ്യൽ സിനിമകളുടെ ഒരു വക്താവാണ്. ഇപ്പോൾ അജയ് വാസുദേവ് ആയാലും അവരുടെയൊക്കെ സിനിമകളിൽ ഫൈറ്റ് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ സിനിമയിലും ഫൈറ്റ് ഒരു കീ പോയിൻ്റാണ്. അതിൽ ഓരോരോ ഫൈറ്റുകളും ഒന്നിനൊന്ന് മെച്ചമാണ്, ബ്രില്യൻ്റ് ആണത്. പിന്നെ മറ്റ് നടന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന് ശേഷം ശബരീഷ് വർമ്മ മമ്മൂക്കയുടെ കൂടെ ഒരു മുഴുനീള ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ വില്ലനായിട്ട് വന്നിരിക്കുന്ന രാജ് ബി ഷെട്ടി എന്ന് പറഞ്ഞ നടൻ, അതുപോലെ തെലുങ്കിലെ സുനിൽ എന്ന് പറഞ്ഞ നടൻ. രാജ് ബി ഷെട്ടി തെന്നിന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്റ്റാറും ഒരു ആക്ടറും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമ ടോബി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇതെന്താണെന്നുള്ളത് അറിയാവുന്നതാണ്. മലയാളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് വരുന്ന സിനിമയാണ് ടർബോ. അതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വില്ലൻ വേഷമാണ് അദ്ദേഹം
ചെയ്യുന്നത്. പിന്നെ സുനിൽ എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം ഹ്യൂമർ വളരെയധികം നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. ഈ സിനിമയിൽ അങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഫഹദ് ഫാസിലിൻ്റെ പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിലെ നായിക അഞ്ജന ജയപ്രകാശാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. റോഷാക്കിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നമ്മളെ ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഈ സിനിമയിലും വളരെ മനോഹരമായിട്ട് അവരുടെ ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. മറ്റ് നടീനടന്മാരാണ് ദിലീഷ് പോത്തൻ, നിരഞ്ജന അനൂപ്, ജോണി ആൻ്റണി. കാതൽ എന്ന സിനിമയുടെ റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ആദർശ് സുകുമാരൻ, പിന്നെ അതുപോലെ പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ആവാസവ്യൂഹത്തിലെ ഹീറോ ആയിട്ടുള്ള രാഹുൽ രാജഗോപാൽ ഒക്കെ ചെറിയ ക്യാരക്ടറുകളെങ്കിലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് കണ്ടിരിക്കാവുന്ന അല്ലെങ്കിൽ കണ്ടു തള്ളാവുന്ന ഒരു സാധാ ഒരു മാസ് പടമല്ല. ഇങ്ങനെ ഒരു മൂവി മേക്ക് ചെയ്യാൻ വളരെ വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒരുക്കാൻ. അപ്പോൾ അത് ഏറ്റവും ചൂസി ആയിട്ട് വളരെ എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ട് തന്നെ മമ്മൂക്ക ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി വരും ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഹിറ്റാവുന്ന, കോടി ക്ലബിലേക്ക് എത്തുമെന്നറിയില്ല, പക്ഷേ എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ ഹിറ്റാവും ഈ സിനിമ എന്ന് വിശ്വസിക്കുന്നു. ജോസിനിഷ്ടം തന്നെ ജോസേട്ടായി എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ഈ ജോസേട്ടായി ഈ ബോക്സ് ഓഫീസ് കീഴടക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. മാത്രമല്ല ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ മറ്റൊരു ചെറിയ ആഗ്രഹം കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, ഈ വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് കോമ്പിനേഷനിൽ ലാലേട്ടൻ്റെ ഒരു പക്ക മാസ് പടം, ഒരു ഫൈറ്റ് പടം.